ആയിരക്കണക്കിന് സഖാഫിമാർ ഒന്നിച്ചു വന്നിട്ട് ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ട് ആ സംഘടനക്കെതിരെ പ്രസംഗിച്ചാലും ഒരു SSF പ്രവർത്തിക്കുന്ന കുട്ടിയെയും നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. 3 കാര്യങ്ങൾ ഒത്തുവരണം. ഇപ്പോൾ വന്ന പല ആളുകളും, ഇപ്പോൾ അടുത്ത് നമ്മുടെ സംഘടനയിലേക്ക് വന്ന, ഞാൻ ഉസ്താദിനെക്കാളും മുമ്പ് സംഘടനയിലേക്ക് വന്നിരുന്നു, അടുത്ത് വന്ന മുഹമ്മദ് സഖാഫി ഉസ്താദ്, ഞാൻ 1-2 കൊല്ലത്തോളം ഉസ്താദിന് ഭക്ഷണം കൊണ്ടു കൊടുത്തതാണ്. ഉസ്താദിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഉസ്താദിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയ മർക്കസിലെ സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഇരുത്തിപ്പൊക്കയത്തില്ല, ഞാൻ കയറി വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ പറയുന്നു, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്ന, കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന, എല്ലാ ജമാഅത്തിനും പള്ളിയിൽ പോയിരുന്ന സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ, എല്ലാ ഉസ്താദുകളുടെ കൂട്ടത്തിൽ ഞാൻ എന്നും കണ്ടിരുന്ന, മാതൃയാക്കിയിരുന്ന ഒരു ഉസ്താദായിരുന്നു മലയം ഉസ്താദ്. അദ്ദേഹം ഒരിക്കലും സംഘടനയിലേക്ക് ഇറങ്ങി വരുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാ മലയം ഉസ്താദിന്റെ ആ ഒരു കേസറ്റ് എനിക്ക് കാണാനിടയായപ്പോൾ അന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യുകയും ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞതും. അതുവരെ ഞാൻ എന്നോട് വിളിച്ച പലരോടും പറഞ്ഞത്, ഞാൻ പരസ്യമായ പ്രസംഗത്തിനൊന്നും ഇല്ല, ഞാനിപ്പോൾ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ഈ രൂപത്തിൽ നിങ്ങൾക്ക് വേണം എന്നെ സ്വീകരിക്കാം. കാരണം ഞാൻ SBS-ന്റെ പൊഴുതനയിലെ പാറക്കുന്ന് ശാഖ സെക്രട്ടറിയാണ് ഞാൻ. കഴിഞ്ഞ റമദാനിൽ SBS രൂപീകരിച്ചപ്പോൾ സമസ്തയുടെ SBS-ന്റെ സെക്രട്ടറിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആളുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രസംഗത്തിലൂടെ ഞാനൊരു സംഘാടകനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൈലന്റ് ആയിട്ടാ പോയിരുന്നു. ഉസ്താദിന്റെ പ്രസംഗത്തോടു കൂടിയ ആ മുടിയുടെ സനദിനെ പറ്റി കേട്ടതോടുകൂടിയ ഞാൻ എന്ത് ചെയ്ത് രംഗത്തേക്ക് ഇറങ്ങിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പല വിഷയങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് അവസാനമായി 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അവസ്ഥ. ഒന്ന്, പകരം മുഹമ്മദ് അഹ്സനി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുക. ഒന്ന്, മഹാനായ എന്ന് പറയപ്പെടുന്ന മരണപ്പെട്ടു പോയ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ മക്കയിലേക്ക് ഹജ്ജിന് പോയി. അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് സിയാറത്തിന് പോയി. സിയാറത്തിന് പോയപ്പോ സ്വപ്നമല്ല, നേരിട്ടുള്ള സംഭവമാണ്. സംഭവം എന്ന് ഞാൻ പറഞ്ഞാൽ ഐതിഹ്യമായിട്ട് പരിഗണിക്കാം, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ മനസ്സിലാക്കും. അദ്ദേഹം പോയി മദീനത്ത് പോയിട്ട് ആ റൗളയുടെ അടുത്തേക്ക് ചെന്നു. മദീനത്ത് പോയപ്പോൾ റൗളയുടെ അടുത്ത് ചുറ്റുഭാഗത്ത് വമ്പൻ തിരക്കാണ്, അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടുന്ന് സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോന്നു. പിറ്റേ വർഷം വീണ്ടും കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഹജ്ജും കഴിഞ്ഞ് വീണ്ടും മദീനത്ത് പോയപ്പോൾ ചെന്നോക്കും വീണ്ടും വലിയ തിരക്കാണ്. ഹജ്ജിന്റെ സീസണിൽ പിന്നെ തിരക്കില്ലാതിരിക്കോ, വല്ലാതെ തിരക്കാണ്. അപ്പോഴും അവിടുന്ന് തിരിച്ചു പോരുകയാണ് സിയാറത്ത് ചെയ്യാതെ. ഹദീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, പണ്ഡിതന്മാർ അതൊക്കെ പറയും. ഒമൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി എന്ന ഹദീസൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതായാലും ഈ മഹാനായ ഷെയ്ഖ് എന്ന് പറയപ്പെടുന്ന ആള്, ഷെയ്ഖിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പൊന്നാനിയിൽ മത്സരിച്ച ഉസൈർ രണ്ടത്താണിയെ ഒരിക്കൽ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ചെന്നപ്പോ MP എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ചു. ഭാവിയിൽ MP ആവും എന്നുള്ള സൂചനയാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതിദാരുണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അദ്ദേഹത്തിന്റെ കറാമത്താണത് MP എന്ന് വിളിച്ചത്. പക്ഷേ ആ MP എന്നുള്ളത് ഇനി XMP എന്ന് പോലും പറ്റാത്ത രൂപത്തിൽ അതിദാരുണമായി പരാജയപ്പെട്ടു. ഇനി അയാൾക്ക് ഒരിക്കലും മത്സരിക്കാനുള്ള ബോധ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നത് കണാവസ്ഥയിലൊക്കെ അയാൾ നീങ്ങിയത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ രണ്ടാമതും ചെന്നപ്പോ അവിടുന്ന് തിരക്ക് മൂലം തിരിച്ചു പോരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു പോലും. അദ്ദേഹം വിളിച്ചു, അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇങ്ങോട്ട് വാ, നിങ്ങൾ അങ്ങനെ പോകല്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഈ വാക്ക് ഞാൻ എന്റെ വക പറഞ്ഞതാണ്. അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇങ്ങോട്ട് വാ. അപ്പോൾ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഞാൻ വരൂല, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് വിളിക്കുത്തരം ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇസ്ലാമിക മാനം എന്താണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് ആ വിളിക്കുത്തരം ചെയ്യാത്തത് ഫർള് നിസ്കാരത്തിൽ ആണെങ്കിൽ പോലും ഹബീബായ നബിത്തങ്ങൾ വിളിച്ചാൽ നിസ്കാരം മുറിച്ച് നബിത്തങ്ങൾക്ക് മറുപടി നൽകണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വിളിച്ചപ്പോൾ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ഇസ്ലാമിക മാനം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഷെയ്ഖാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഏതായാലും അവരുടെ കൂട്ടത്തിലെ ഷെയ്ഖും ഇപ്പോഴും ഉറൂസ് നടത്തുന്ന ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഞാൻ വരില്ല. അപ്പോൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഇവിടെ, നിങ്ങളൊന്ന് വന്നു നോക്ക്. ആരാണ്? പ്രതീക്ഷയോടുകൂടി ഈ ഹബീബായ നബിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ പാഞ്ഞു വന്നു അവിടത്തേക്ക്. തിരക്കൊന്നും നോക്കിയില്ല, ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ കണ്ടത് കേരള യാത്ര നടത്തിയ, മാനവികത നടത്തിയ ആളാണ്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ അത് അധിക്ഷേപിക്കുന്നുമില്ല. ഏതായാലും നിങ്ങൾക്ക് അറിയാലോ, മാനവികതയുടെ പേരിൽ നടത്തിയ യാത്രയുടെ ഫലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ നടത്തിയ ആളാണ് അവിടെ വന്നത്. അവിടെ കണ്ടപ്പോൾ പിന്നെ എല്ലാ തിരക്കുകളും മറന്നു അവിടെ തന്നെ ഇരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായി?
അള്ളാന്റെ ഹബീബ് 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ? ഇനി നിങ്ങൾ പറയാ, എത്രാം സ്ഥാനത്താ? 2-ാം സ്ഥാനത്തായില്ലേ? ഇവര് ദീനിന്റെ അകത്തോ പുറത്തോ ഇനി നിങ്ങൾ ചിന്തിക്കുക. ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞാനെന്തും പറയുന്നു വേണ്ട. സക്കാഫി, നാസർ സക്കാഫി വയനാട് ഉസ്താനെ പുറത്താക്കിയെന്ന് ആരും പറയണ്ട, കൊണ്ടൂർ ഉസ്താനെ പുറത്താക്കിയെന്ന് പറയണ്ട. പക്ഷെ ഇത് ശരിയാണെങ്കിൽ ഹബീബായ നബിത്തങ്ങളെ കവച്ചു വെച്ചിട്ട് ആ നബിത്തങ്ങളെ തിരക്ക് മൂലം സിയാറത്ത് ചെയ്യാൻ മടി കാണിച്ച വ്യക്തി അവിടെ കാന്തപുരമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ സ്ഥലത്ത് തിരക്ക് മാറ്റിക്കൊണ്ട് തിരക്കിന് വകവെക്കാതെ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാൻ പോയി കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ അള്ളാന്റെ ഹബീബ് 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൂട്ടത്തിൽ ഒരൊറ്റ വാക്കും ഞാൻ പറയുന്നു. മലപ്പുറം ജില്ലയിൽ കേരള യാത്രയിൽ ഒരു യുക്തിവാദി പ്രസംഗിച്ചത്രേ. പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചക യുക്തിവാദിയാ പറഞ്ഞത്. അയാൾ കാന്തപുരത്തെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ യുക്തിവാദിയാണ്, നിരീക്ഷരവാദിയാണ്. ഞാൻ കാന്തപുരത്തെയും മുഹമ്മദ് നബിയെയും തമ്മിൽ പരസ്പരം ആരാണ് ശരിയായ നിലയിലുള്ള ആള്, ഇവരിൽ ആരാണ് ശ്രേഷ്ഠവാൻ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി, മുഹമ്മദ് നബിയെക്കാളും ഒരുപാട് ഉയരത്തിലാണ് കാന്തപുരം ഉസ്താദ് എന്ന് ആ യുക്തിവാദി മലപ്പുറം ജില്ലയിലെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടും ഒരക്ഷരം അതിനെതിരെ പറഞ്ഞിട്ടില്ല. ഇനി ചിന്തിക്കണം, ആരാ 1-ാം സ്ഥാനത്തുള്ളത്? കാന്തപുരമാണോ ഹബീബാണോ? ഹബീബായ നബിത്തങ്ങൾ 2-ാം സ്ഥാനത്താണെങ്കിൽ ദീനിൽ ഇവർക്കുള്ള സ്ഥാനം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. സംഘാടകർ ഒന്ന് ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ അധികം പറയുന്നത് 2 മിനിറ്റ് മാത്രം, കാരണം ഇനി വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഉസ്താമാരുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പരിസ്ഥിതി പ്രദേശം എവിടെയെങ്കിലും ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വിശദമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടുമ്പോൾ മാത്രമേ വ്യക്തമായി പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവസാനമായി പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് ഉസ്താദിനെ സ്നേഹിച്ച ഞാൻ അതിൽ നിന്ന് മാറാനുള്ള ഒരു കാരണമുണ്ടായത്, സമസ്തയെ പറ്റി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് 2002 ഡിസംബർ 22-ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് ഇവിടെ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് 2004 നന്ദിദാർ എന്ന വിദ്യാർത്ഥിയെ അത് ക്രൂരമായി തല്ലിച്ചതച്ചതാണ്. പിന്നീട് ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം. പല വിഷയങ്ങളിലും എത്രത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ സർക്കാർ അവിടെ മതവിരുദ്ധ ഭാഗങ്ങൾ, മതമില്ലാത്ത ജീവനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ച് അവരെ അത് പുസ്തകത്തിൽ കൊണ്ടുവന്നപ്പോ അതിനെതിരെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുമ്പോ അതിനെ ആ സർക്കാരിന്റെ ഭാഗമാണെല്ലെങ്കിലും അവരെ പിന്തുണക്കുന്ന ഇപ്പോൾ അവർ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ഒരു വിഭാഗത്തിന്റെ പേരിൽ മല്ലെ ആ പ്രസ്ഥാനം മാറി നിൽക്കുകയൊക്കെ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി ഇത് ശരിയായ ദിശയിലല്ല പോകുന്നത്. പല അനുഭവങ്ങൾ നമുക്കുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അവസാനമായി ഒരൊറ്റ വാചകം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, TK ഹംസ സാഹിബ്. മലപ്പുറത്ത് മഞ്ചേരി വെച്ച് മത്സരിച്ച MP ആയിരുന്നു TK ഹംസ സാഹിബ്. അദ്ദേഹം അടുത്ത ദേശാമിൽ എഴുതിയ ഒരൊറ്റ വാചകം അത് ഞാൻ പറയുന്നു. അദ്ദേഹം പറയാണ്, കാന്തപുരത്തെ അയാൾ പച്ച മുനാഫിക്കാണ്, അയാൾ എനിക്കൊരിക്കലും വിശ്വാസമില്ല. കാരണം എന്താ? കാന്തപുരം മുനാഫിക്കാണെന്ന് അയാളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞു പറയണ്ട. അയാൾ പറയാൻ ദേശാഭിമാനിൽ എഴുതി വെച്ചതാണ്. അതിനയാൾ കാരണം പറഞ്ഞത്, കാന്തപുരത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ കാന്തപുരം എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മർക്കസിലേക്ക് വരണം, യത്തീംഖാന കുട്ടികളെ കൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം, നിങ്ങൾ വിജയിക്കും. ഞാൻ എന്തായാലും മുസ്ലിമാണല്ലോ, ആവേശത്തോടു കൂടി മക്കൾ ദ്വാരന്നു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ മർക്കസിലേക്ക് പോയി. അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ച് ആ മർക്കസിലെ യത്തീമായ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞു. പിന്നീട് ഞാൻ പത്രദ്വാര അറിഞ്ഞു, എന്താണ് അവിടെ എന്റെ എതിർ സ്ഥാനാർത്ഥിയെയും കൊണ്ടുപോയിട്ട് ഇതേപോലെ ദുആ ചെയ്യിപ്പിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ അതൊന്ന് വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ അടുത്ത് വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഒരു സദസ്സ് രൂപീകരിച്ചാൽ അത് ഞാൻ പറയുന്നു സ്വന്തമേ വിളിക്കാവൂ, എല്ലാരും വിളിച്ചാൽ പറയാൻ കഴിയില്ല, വിശദമായിട്ട് അവിടെ വെച്ച് പറയാൻ തോണ്ടിത്തരുന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും അയാൾ പറയുന്നു, ഇപ്പൊ എന്തായി 2 പേര് എങ്ങനെയാ ഒന്നിച്ച് വിജയിക്കുക? അത് നടക്കൂല. അപ്പൊ 2 പേരും പറ്റിച്ചതാണ്, ഇയാൾ പറ്റിക്കുന്ന ആളാണ്, മുനാഫിക്കാണ്. അതുകൊണ്ട് ഒരിക്കലും കാന്തപുരം സ്വർഗത്തിൽ കടക്കുകയില്ല. അഥവാ വല്ല കാരണവശാൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കടന്നിട്ട് അവിടെ ഇരുന്ന് ഒരു വീഡിയോയെല്ലാം മരിച്ച ഒരു കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്തുണ്ടാവും കാന്തപുരം മുസ്ലിയാർ വന്നിട്ട് ഇങ്ങനെ, ഹംസാക്ക നിങ്ങൾ ഉണ്ട് ഇവിടെ എന്ന് പറയുന്നു എന്ന് ദേശാഭിമാനിയിൽ TK ഹംസ സാഹിബ് എഴുതി വെച്ചതാണ്. ഇപ്പോൾ അവരും ഏകദേശം പിണറായി വിജയൻ അടക്കമുള്ള ആളുകളും പുറന്തള്ളി. ഇനിയിപ്പം അല്ല കോൺഗ്രസിനെ പിടിച്ചിട്ട് ആര്യാട് മുഹമ്മദൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇനിയിപ്പോ എവിടെ എത്തുന്നു പഠിച്ചോനിക്കറിയാം. ഏതായാലും കൂടെ കിടന്നവർക്ക് രാപ്പനെ അറിയൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു.
അജ്സാമുഹും വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. ആയത്തിന്റെ അർത്ഥം ചെറിയ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവരെ കണ്ടാൽ തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ശരീരവും അവരുടെ വസ്ത്രവും അവരുടെ താടിയും നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നും. വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം, അവര് വല്ലതും പറഞ്ഞ അത്ഭുതത്തോട് നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ അവര് ശത്രുക്കളാണ്, അവരെ നിങ്ങൾ വെടിഞ്ഞുകൊള്ളണം. അള്ളാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ എന്തുകൊണ്ട് അവർ തെറ്റിപ്പോയതെന്ന് മനസ്സിലാകുന്നില്ല എന്ന രൂപത്തിൽ സൂറത്തുൽ മുനാഫിഖുൽ ആയത്ത് അത് നമ്മുടെ മനസ്സിൽ വേണം. വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ, അട്ടിക്കിട്ട വിറകുകൊള്ളി പോലെയാണ്. അല്ലാഹു അങ്ങനെയുള്ള ആൾ നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് നൽകിയ ഈ സലാമത്ത് നമ്മുടെ മരണം വരെയും നമ്മുടെ പരമ്പര നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. സമസ്തയുടെ തങ്ങന്മാരും പണ്ഡിതന്മാരെ കാണിച്ചു തന്ന ഈ ശരിയായ മാർഗത്തിലൂടെ, കാളമ്പാട് ഉസ്താദിന്റെ മാർഗത്തിലൂടെ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ മാർഗത്തിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചുകൊണ്ട് വിട്ടുപോയ ആളുകൾക്ക് യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കി സമസ്തയിലേക്ക് തിരികെ വന്നുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തി ശക്തി പകരാൻ അവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.